ഹലോ, തൻ്റെ പിറന്നാൾ ദിനത്തിൽ 3 സിനിമകളുടെ അപ്ഡേറ്റുമായി വന്ന് ഇപ്പോൾ ദുൽഖർ സൽമാൻ സോഷ്യൽ മീഡിയ ആകെ ഇളക്കി മറിച്ചിരിക്കുകയാണല്ലോ. തെലുങ്കിലും തമിഴിലും മലയാളത്തിലുമുള്ള 3 സിനിമകളാണ് അദ്ദേഹം പങ്കുവച്ചിട്ടുള്ളത്. ഒന്ന് കാന്തയാണ്, തമിഴിലും തെലുങ്കിലും വരുന്നുണ്ട്. പിന്നെ ഒന്ന് നമ്മുടെ RDSൻ്റെ ഡയറക്ടർ നെഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്യുന്ന ഐ ആം ഗെയിം. പിന്നെ വേറൊന്ന് തെലുങ്ക് സിനിമ ആകാശംലോ ഒക്കത്താര. ഇതിൽ കാന്ത ഒരു റിയൽ ലൈഫ് ബേസ് ചെയ്തിട്ടുള്ള സിനിമയാണെന്നാണ് പറയുന്നത്. അതായത് 1950കളിലുള്ള കാലഘട്ടത്തിലുള്ള മദ്രാസാണ് പശ്ചാത്തലം. തമിഴിലെ ആദ്യത്തെ, സൗത്ത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ എന്ന് അറിയപ്പെടുന്ന MK ത്യാഗരാജ ഭാഗവതരുടെ കഥയാണ് കാന്ത അവതരിപ്പിക്കുന്നത് എന്നാണ് അണിയർ പ്രവർത്തകർ പറയുന്നത്. അപ്പം ഞാനിങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ആരാണ് ഈ ത്യാഗരാജ ഭാഗവതർ എന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞത്. അദ്ദേഹം തുടക്കത്തിലൊരു സംഗീതജ്ഞനായിരുന്നു. സംഗീതത്തിന് വേണ്ടി വളരെ ചെറുപ്പത്തിലേ അദ്ദേഹം സംഗീതത്തോട് താല്പര്യം ഉണ്ടായിരുന്ന അദ്ദേഹം അച്ഛന് ഇതിന് എതിർപ്പായതുകൊണ്ട് വീട് വിട്ടുവരെ ഇറങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. അങ്ങനെ സംഗീതത്തിൽ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് യാദൃച്ഛികമായ അഭിനയത്തിലേക്ക് വരുന്നത്. അങ്ങനെ അദ്ദേഹം തമിഴിലെ ഒരു സൂപ്പർ സ്റ്റാറായി വളരുകയാണ്. അത് സൗത്ത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സൂപ്പർ സ്റ്റാറായിരുന്നു MKT എന്നാണ് പറയുന്നത്. MKT എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അങ്ങനെ അദ്ദേഹം അന്നത്തെ കാലത്ത് വളരെയധികം ജനങ്ങൾക്കിടയിൽ പിന്നെ കൊണ്ടാടപ്പെട്ടിരുന്ന ഒരു നടനായിരുന്നു. അത് അദ്ദേഹം ആ സ്റ്റാർഡം ശരിക്കും ആസ്വദിക്കുകയും ചെയ്തിരുന്നു. സിൽക്ക് മുണ്ടും ജുബയും വജ്രാഭരണങ്ങളൊക്കെ ധരിച്ച് അദ്ദേഹം മിന്നിത്തിളങ്ങിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അതുമല്ല ഏറ്റവും അധികം പ്രതിഫലം വാങ്ങിയിരുന്ന നടനുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഏതാണ്ട് എല്ലാം തന്നെ വലിയ സാമ്പത്തിക വിജയങ്ങളായിരുന്നു. 1944 ഇറങ്ങിയ ഹരിദാസ് എന്ന സിനിമ മദ്രാസിലെ ബ്രോഡ്വേ തിയേറ്ററിൽ 3 വർഷത്തോളം കണ്ടിന്യൂസ് ആയിട്ട് ഓടിയെന്നാണ് പറയുന്നത്. അങ്ങനെ തിളങ്ങിയിരുന്ന ഒരു കാലത്താണ് അദ്ദേഹം ഇപ്പോൾ നമ്മൾ ദിലീപിന് പറ്റിയതുപോലെ അദ്ദേഹം ഒരു കേസിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. അദ്ദേഹം ലക്ഷ്മികാന്തൻ എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തകൻ എപ്പോഴും അദ്ദേഹത്തിനെതിരെ ലേഖനങ്ങൾ ഇറക്കിയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെതിരെ അദ്ദേഹം തൻ്റെ ഗുണ്ടകളെ വിട്ട് ലക്ഷ്മികാന്തനെ വധിച്ചു എന്നായിരുന്നു കേസ്. ഈ കേസിൻ്റെ പേരിൽ അദ്ദേഹം ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെടുകയാണ്. പക്ഷേ അദ്ദേഹം സുപ്രീം കോടതിയിൽ പോയി തൻ്റെ നിരപരാധിത്വം തെളിയിച്ചെങ്കിലും 3 വർഷത്തോളം അദ്ദേഹത്തിന് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു. അങ്ങനെ ജയിൽവാസം കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും വന്നപ്പോൾ അദ്ദേഹത്തിന് തൻ്റെ കരിയർ മൊത്തം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. വീണ്ടും സിനിമകൾ ചെയ്തെങ്കിലും ഒന്നും വിജയത്തിലെത്തിയില്ല. ഇതിനിടെ അദ്ദേഹം സംഗീത കച്ചേരികൾ അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു. അതിനിടെ അദ്ദേഹം പ്രമേഹ രോഗബാധിതനുമായി, ഹൈ ബ്ലഡ് പ്രഷറും ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം ഒരു കച്ചേരി അവതരിപ്പിക്കുന്നതിനിടയിൽ ആരോ ഒരാൾ കൊടുത്ത ഒരു ആയുർവേദ മരുന്ന് കഴിക്കുകയുണ്ടായി. അസുഖം ഭേദപ്പെടുന്നതിന് പകരം അദ്ദേഹത്തിൻ്റെ നില കൂടുതൽ വഷളാവുകയാണ് ചെയ്തത്. അങ്ങനെ അദ്ദേഹത്തെ മദ്രാസിലെ ജനറൽ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. പക്ഷേ 1959 നവംബർ 1 അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുകയാണ് ചെയ്തത്. അന്ന് അദ്ദേഹത്തിന് 49 വയസ്സ് മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ എന്തായാലും തന്നെ നമുക്ക് കാത്തിരുന്ന് കാണാം. ടീസറൊക്കെ കണ്ടിട്ട് നല്ല ഒരു ബിൽഡപ്പാണ് നമുക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ദുൽഖർ സൽമാൻ്റെ വേഫെയറും റാണ ദഗുപതിയും ചേർന്നാണ് കാന്ത നിർമ്മിക്കുന്നത്. ദുൽഖറിൻ്റെ വേഫെയറിൻ്റെ ആദ്യത്തെ അന്യഭാഷാ സിനിമയാണിത്. ഇതിൽ നായികയായിട്ട് വരുന്നത് ഭാഗ്യശ്രീ ബോർസിയാണ്. ദുൽഖറിനെ കൂടാതെ റാണ ദഗുപതി, സമുദ്രക്കനി തുടങ്ങിയവരും സിനിമയിലുണ്ട്. ഇത് സംവിധാനം ചെയ്യുന്നത് സെൽവമണി സെൽവരാജാണ്. സെൽവമണി സെൽവരാജ് ശ്രദ്ധേയനായിട്ടുള്ളത് ഹണ്ട് ഫോർ വീരപ്പൻ എന്ന ഡോക്യുമെൻ്ററി നെറ്റ്ഫ്ലിക്സിൽ വന്നിട്ടുള്ള ഹണ്ട് ഫോർ വീരപ്പൻ എന്ന ഡോക്യുമെൻ്ററി സീരീസിലൂടെയാണ്. അപ്പം നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. വീഡിയോ കണ്ടതിൽ ഒരുപാട്